നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ ഭൂകമ്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊന്നിനെ രണ്ടായി പിളർത്തിക്കളഞ്ഞ ഒരു ചരിത്രനിമിഷം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരു യുദ്ധത്തിന് എങ്ങനെയാണ് ഒരു പാർട്ടിക്കുള്ളിലെ സൗഹൃദങ്ങളെയും എന്തിന് അതിന്റെ അടിത്തറയായ പ്രത്യയശാസ്ത്രത്തെ വരെ തകർക്കാൻ കഴിയുന്നത്? നമുക്ക് ഇതിന്റെ പിന്നിലെ കഥയൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാലേ. ഈ കഥയുടെ തുടക്കം ഇന്ത്യയിലല്ല കേട്ടോ, മറിച്ച് ലോകത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീമന്മാർ തമ്മിലുള്ള ഒരു വലിയ ഐഡിയോളജിക്കൽ പോരാട്ടത്തിലാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ, ലോക കമ്മ്യൂണിസം തന്നെ അക്കാലത്തെ രണ്ടായിട്ടങ്ങ് പിളർന്നുപോയി. ഒരു വശത്ത് സോവിയറ്റ് യൂണിയനും മറുവശത്ത് ചൈന. ഇതോടെ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒരു സൈഡ് എടുക്കേണ്ടി വന്നു. സ്വാഭാവികമായും ആ സമ്മർദ്ദം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുകളിലും വന്നു. ഒരു സൈഡിൽ സോവിയറ്റ് യൂണിയൻ. അവരുടെ ഐഡിയ എന്തായിരുന്നു? സമാധാനപരമായ സഹവർത്തിത്വം. അതായത്, എന്തിനാ വെറുതെ യുദ്ധം ചെയ്യുന്നത്? മുതലാളിത്ത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അടിയുണ്ടാക്കാതെ സമാധാനപരമായിട്ടങ്ങ് പോട്ടെ. ഇതായിരുന്നു അവരുടെ ലൈൻ. കുറച്ചൊരു സോഫ്റ്റ് അപ്രോച്ച് അല്ലേ? പക്ഷേ മറ്റേ സൈഡിൽ മാവോയുടെ ചൈന. അവരുടെ നിലപാട് നേരെ തിരിച്ചായിരുന്നു. നിരന്തര വിപ്ലവം, അതും ലോകം മുഴുവൻ. മുതലാളിത്തത്തെ ആയുധമെടുത്തു തന്നെ നേരിടണം, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പൊ കണ്ടില്ലേ, രണ്ട് എക്സ്ട്രീം ഐഡിയകൾ. ഈ ഒരു വലിയ പോരാട്ടമാണ് ഇന്ത്യയിലെ പാർട്ടികളിലും പ്രശ്നങ്ങളുണ്ടാക്കിയത്. ഈ ഒരു ഐഡിയോളജിക്കൽ തർക്കം അങ്ങനെ ദൂരെ എവിടെയോ നടക്കുമ്പോഴാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ ആകെ മാറിമാറിയുന്നത്. 1962 നടന്ന ഒരൊറ്റ സംഭവം. അതോടെ ഈ തർക്കം നമ്മുടെ തൊട്ടുമുന്നിലെത്തി. ഇന്തോ ചൈന യുദ്ധം. അതങ്ങ് പൊട്ടിപ്പുറപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തുവന്നു. ഇപ്പോ തീരുമാനമെടുത്തേ പറ്റൂ. ആരുടെ കൂടെ നിൽക്കും? സ്വന്തം രാജ്യത്തിന്റെ കൂടെയോ അതോ കമ്മ്യൂണിസ്റ്റ് സഹോദരനായ ചൈനയുടെ കൂടെയോ? ശരിക്കും പറഞ്ഞാൽ ദേശീയതയാണോ അതോ അന്താരാഷ്ട്രീയതയാണോ വലുത്? ഇതായിരുന്നു ഓരോരുത്തരുടെയും മുന്നിലുണ്ടായിരുന്ന ആ വലിയ ചോദ്യം. അങ്ങനെ ഈയൊരു പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിയിലെ വ്യക്തമായിട്ട് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി വന്നു. അവർ തമ്മില് യുദ്ധത്തെക്കുറിച്ചും പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ ബിൽക്കുൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു. അപ്പോ നമുക്കീ രണ്ട് ഗ്രൂപ്പുകളെയും ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് വലതുപക്ഷം അല്ലെങ്കിൽ ദേശീയവാദികൾ. ഇവരെ നയിച്ചത് എസ്.എ. ഡാംഗെ ആയിരുന്നു. അവരുടെ നിലപാട് സിമ്പിളായിരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം. ചൈനയാണ് ആക്രമണകാരി. ഇവർ സ്വാഭാവികമായും സോവിയറ്റ് യൂണിയന്റെ ലൈൻ ഫോളോ ചെയ്തു. എന്നാൽ നേരെ ഓപ്പോസിറ്റായിരുന്നു ഇടതുപക്ഷം അല്ലെങ്കിൽ അന്താരാഷ്ട്രീയവാദികൾ, ബി.ടി. രണദിവെ പോലുള്ള നേതാക്കൾ. അവർ പറഞ്ഞു, ഇല്ല, ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബൂർഷ്വാ ഗവൺമെന്റാണ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല. അവർക്ക് ചൈനയെ ഒരു ആക്രമണകാരിയായി കാണാൻ കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസം എന്തായിരുന്നുവെന്നറിയുമോ? ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിന് ആക്രമണം നടത്താൻ കഴിയില്ല. ഇതായിരുന്നു അവരുടെ കോർ ബിലീഫ്. അതായത്, ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റില്ല. അവർക്ക് രാജ്യത്തിന്റെ അതിർത്തിയേക്കാൾ വലുത് ഈ ഒരു സോഷ്യലിസ്റ്റ് ഐക്യമായിരുന്നു. അപ്പോ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? അവരെ ഇടതുപക്ഷ നേതാക്കളെയെല്ലാം ചൈന അനുകൂലികൾ അല്ലെങ്കിൽ ചൈനയുടെ ചാരന്മാർ എന്നൊക്കെ മുദ്രകുത്തി അങ്ങ് അറസ്റ്റ് ചെയ്തു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ചെറിയ വിള്ളൽ അതോടെ ഒരു വലിയ കൊക്ക പോലെയായി മാറി. പിന്നെ ഒരുമിച്ചു പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമായി. അങ്ങനെ നമ്മൾ ആ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പാർട്ടിയുടെ പിളർപ്പ് 1964 അതെങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. പിളർപ്പിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഡാംഗെ ലെറ്റേഴ്സ് ആയിരുന്നു. വലതുപക്ഷ നേതാവായ ഡാംഗെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണെന്നുള്ളൊരു ആരോപണം വന്നു. ഇത് വലിയൊരു വിവാദമായി. ഇതോടെ ഇടതുവിഭാഗം 1964 ജൂലൈയില് തെനാലിയിൽ വെച്ച് സ്വന്തമായിട്ടൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. അതിനുശേഷം അതേ വർഷം ഒക്ടോബറില് കൽക്കട്ടയിൽ വെച്ച് അവർ ഔദ്യോഗികമായി പാർട്ടി വിട്ടു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന CPIM രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോ പാർട്ടി പിളർന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഈ പിളർപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അതിന്റെ ഒരു ലെഗസി എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു അല്ലേ? CPI സോവിയറ്റ് യൂണിയന്റെ പക്ഷത്ത് നിന്നപ്പോ CPIM തുടക്കത്തിൽ ചൈനയുടെ പക്ഷത്തായിരുന്നു. ഇന്ത്യൻ സ്റ്റേറ്റിനെ അവർ കണ്ടിരുന്നത് തന്നെ രണ്ട് രീതിയിലായിരുന്നു.
തന്ത്രങ്ങളുടെ കാര്യത്തിലും ഈ വ്യത്യാസം കാണാം. CPI കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ നോക്കിയപ്പോൾ CPIM കട്ട കോൺഗ്രസ് വിരുദ്ധ നിലപാടാണെടുത്തത്. ഈ പിളർപ്പുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല. ഒന്നാമതായി, ഇന്ത്യയിലെ ഇടതുപക്ഷ വോട്ടുകൾ പതിറ്റാണ്ടുകളോളം രണ്ടായിട്ട് നിന്നു. അതുമാത്രമല്ല, തൊഴിലാളി യൂണിയനുകൾ വരെ പിളർന്നു. AITUC, CITU എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വിദേശ ശക്തി എന്നൊരു ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറച്ചുപോയതും ഒരു തരത്തിൽ ഇതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യൻ കമ്മ്യൂണിസത്തിനു മുന്നിൽ അതോടെ രണ്ടു വഴികളായി. അപ്പോ ഒരു ഗ്ലോബൽ ഐഡിയോളജിക്ക് വേണ്ടി ഒരു രാജ്യത്തെ പാർട്ടി രണ്ടായി പിളരുന്നത് നമ്മൾ കണ്ടു. ഇത് ശരിക്കും നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിർത്തുന്നതല്ലേ? രാഷ്ട്രീയം ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തോടുള്ള കൂറ്, നമ്മുടെ ലോയൽറ്റി, അതിനെന്ത് സംഭവിക്കും? ഇതൊരു പക്ഷേ ഇന്നും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.